ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കള്ളപ്പസ്തോലന്മാർ എന്തുകൊണ്ടാണ് വിലസുന്നത്? പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ ഇതുപോലെ വിലസുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. നിൻ്റെ പ്രവൃത്തിയും അധ്വാനവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് സഹിച്ചുകൂടാത്തതും തങ്ങൾ അപ്പസ്തോലന്മാരല്ലായിരിക്കെ അപ്പസ്തോലന്മാരാണെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരാണെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. നിൻ്റെ പ്രവൃത്തിയും അധ്വാനവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഞങ്ങൾ അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. എഫേസോസിലെ സഭയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയ ഒരു ഭാഗമാണ്. അതായത് പ്രവൃത്തി, അധ്വാനം, സഹിഷ്ണുത, ദുഷ്ടന്മാരെ സഹിച്ചുകൂടാത്തത്, തങ്ങൾ അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരാണെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് അവന്മാർ കള്ളന്മാരാണെന്ന് കണ്ടതും ഞാൻ അറിയുന്നു. എഫേസോസിലെ സഭയ്ക്കുള്ള വെളിപ്പാട് പുസ്തകത്തിലെ ദൈവത്തിൻ്റെ ഒരു അഭിനന്ദനം കർത്താവ് പറയുക. കർത്താവ് പറയുക, ഈ സഭക്കാർ അവരുടെ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ അവരെ പരീക്ഷിച്ച് അവന്മാർ കള്ളന്മാരാണെന്ന് കണ്ടു. അപ്പോൾ ജനം എങ്ങനെ ഇരിക്കണം? ഇവന്മാർ കള്ളന്മാരാണോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് കണ്ടെത്തണം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: അവർ കള്ള അപ്പസ്തോലന്മാർ, വഞ്ചകരായ വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം കെട്ടുന്നവർ തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിയേ, ഒരുത്തൻ ദേശീയ പതാകയെക്കുറിച്ച് പ്രസംഗിച്ചു, ആകെ ദൈവസഭയ്ക്ക് തന്നെ നാറ്റക്കേസുണ്ടാക്കി. വല്ല കാര്യമുള്ള കേസാണോ? അത് കഴിഞ്ഞ് കൊറോണ വൈറസ് അവൻ തീയിറക്കി അങ്ങ് ദഹിപ്പിച്ചു. അതോടുകൂടി അവൻ കളത്തിൽ നിന്ന് പുറത്തുപോയി. അടുത്തത് ഒരുത്തൻ യേശുവിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തു. അവനിപ്പോൾ നാശം കെട്ട് നിൽക്കുക. സമൃദ്ധി ക്യാൻസൽ ചെയ്യുന്നു, കള്ളപ്രവചനങ്ങൾ എല്ലാം ഒരു വശത്ത്. വേറൊരുത്തൻ പാസ്പോർട്ട് എടുത്തോ വിസ അടിക്കുന്നു. വേറൊരുത്തൻ പറഞ്ഞ് സീനിയർ പാസ്റ്റർമാരുടെ ഭാര്യമാരെല്ലാം വ്യഭിചരിക്കുന്നു. അന്നേരവും സഭ വലുതാകുന്നു. സീനിയർ പാസ്റ്റർ അവനും അവൻ്റെ അപ്പനും അവൻ്റെ സഹോദരനുമാണ്. വ്യഭിചരിക്കുന്നു, സഭ വളരുന്നു. ഇനി അടുത്തത് ഒരുത്തൻ അവിടെ ഇവിടെ എല്ലാം പോക്കറ്റ് തയ്പ്പിച്ചവൻ അധികാരം കൈമാറുന്നു, തിരിച്ചു പിടിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടോ, 3000 കോടിയുടെ ആസ്തി ഉണ്ടെന്ന്. 3000 കോടിയുടെ ആസ്തി സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കി അവസാനം ഒരു തരത്തിലും വയ്യാഞ്ഞിട്ട് കൊടുത്തത് തിരിച്ചെടുത്തു. അടുത്തത് തള്ളിപ്പറഞ്ഞ മതം തിരികെ സ്വീകരിക്കുന്നു. ചിലർ തിരിച്ചു പോകുന്നു, അതാ ശരി. പിന്നെ മതനേതാക്കന്മാരുടെ കയ്യിൽ നിന്ന് പാട്ടത്തം സ്വീകരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് അപ്പസ്തോലന്മാരാണെന്നും പറഞ്ഞ് നടക്കുന്നവന്മാരാ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവരിൽ പലരും ജന്മനാ കള്ളന്മാരാണ്. ജന്മനാ കള്ളന്മാരാ. പലരും ഇത് വെളുപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിക്കൂടിയതാണ്. പലരും പലതും വെളുപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് കയറിക്കൂടിയതാണ്. അടുത്തത്, ഇവർക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ദൈവഭയമെന്ന് പറയുന്നതില്ല. ദൈവഭയമെന്ന് പറയുന്നതില്ല. ഉണ്ടെങ്കിൽ ഈ പണിയൊന്നും കാണിക്കുകയില്ല. കാരണം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അവിടുന്ന് തീഷ്ണതയുള്ള ദൈവവുമാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അവിടുന്ന് തീഷ്ണതയുള്ള ദൈവവുമാണ്. ഇതിനകത്ത് തീഷ്ണത എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ തർജ്ജിമ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ കയറി നോക്കിക്കോ, അതിൻ്റെ അർത്ഥം വേറൊന്നാണ്. പക്ഷേ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ളതിന് വേറെ മാറ്റമൊന്നുമില്ല. ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിൻ്റെ അടുത്ത് വിളച്ചിലുമായിട്ട് ചെല്ലുന്നവൻ ജന്മനാ കള്ളനല്ലെങ്കിൽ പിന്നെ എന്തോ. ഞാൻ പറയുന്നത്, ഇവൻ പാപത്തോടും ലോകത്തോടും ഇഷ്ടമുണ്ടായിട്ട് ഇവൻ ഇതെല്ലാം വിട്ട് വെളിയിൽ പോവുകയാണെങ്കിൽ പോട്ടെന്ന് നമുക്ക് വെക്കാം, പിശാചാന്ന് പറയാം. പക്ഷേ ഇവൻ ഇതിനകത്ത് തന്നെ നിന്ന് ഇത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവന് ദൈവത്തെയും പേടിയില്ല, പിശാചിനെയും പേടിയില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതെന്തുകൊണ്ടാണ്? അവൻ ജന്മനാ കള്ളനായതുകൊണ്ട് അവന് പേടിയില്ലാത്തത്. അവനെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് മാത്രമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം 19:12 പറയുന്നു: മലയുടെ ചുറ്റും ജനത്തിന് അതിര് തിരിച്ചിട്ട് അവരോട് പറയണം, പർവ്വതത്തിലേക്ക് പോവുകയോ അതിൻ്റെ അടിവാരത്തിൽ
തൊടുകയോ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ആരെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അവൻ കൊല്ലപ്പെടും. പർവ്വതത്തെ തൊട്ടാൽ കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങുന്ന പർവ്വതത്തെ തൊട്ടാൽ കൊല്ലപ്പെടുമെങ്കിൽ ദൈവിക ശുശ്രൂഷ എത്ര ഭയഭക്തിയോടെ ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടപ്പോൾ ഇവരെങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു? ഇവർ കാണിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് 36 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ കാര്യമാണ് പറയുന്നത്. 36 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. കണ്ടോ? അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ലെന്നുള്ളതാണ് നമ്മൾ ഈ 3 കാര്യങ്ങളും. എന്തുകൊണ്ടായി കള്ളന്മാർ വിലസുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട 3 കാര്യങ്ങളുടെ അടിസ്ഥാനം ദൈവഭയമില്ലെന്നുള്ളതാണ്. ഇനി ജനത്തിനും കൂടി ഒരു പ്രശ്നമുണ്ട്. അത് ഹോശയ്യയുടെ പുസ്തകത്തിലാണ് ആ കാര്യം കിടക്കുന്നത്. ഹോശയ്യയുടെ പുസ്തകം 4:6 പറയുന്നത്, എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിപ്പിക്കപ്പെടും. നീ പരിജ്ഞാനം ത്യജിച്ചതിനാൽ എൻ്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെയും ത്യജിച്ചു കളയും. നിങ്ങൾ യഹോവയുടെ ന്യായപ്രമാണത്തെ അവഗണിച്ചിരിക്കിയാൽ ഞാനും നിങ്ങളുടെ മക്കളെ അവഗണിച്ചിരിക്കുന്നു. ഈ കളി മുഴുവൻ വരുന്നത് നമ്മുടെ തലമുറകളിലേക്കാണെന്നുള്ളത് ഈ തുള്ളിച്ചാടാൻ പോകുന്ന അമ്മമാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണ്ണ തള്ളകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം, ഈ തുള്ളിച്ചാടാൻ പോകുന്നവളുമാർ. കാരണം നിങ്ങൾ ഇതിനു വേണ്ടി കിടന്ന് ചാടി മറിഞ്ഞ് ഏലായും വെച്ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ തലമുറ കുടുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മക്കളോട് തിരിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചാട്ടവും ബഹളവും കുടുംബത്തിലേക്ക് കയറി ശല്യം വരുന്ന ഒരു സമയം വരുന്നു എന്ന്. ഈ കള്ളപ്രവാചകന്മാരുടെ എല്ലാം പുറകെ നടന്ന് ചാടി മറിഞ്ഞ ബഹളം ഉണ്ടാക്കിയിട്ട് ആലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കയറ്റി വിട്ടു. അത് ഒരു 4-ാം കിട വേശ്യ കാണിക്കുന്ന പണിയാണത്. ഏറ്റവും താഴെ തട്ടി കിടക്കുന്ന ഒരു വേശ്യകൾക്ക് പോലും അങ്ങനെ ഒരു തൻ്റെ ഇടം കാണിക്കാനുള്ള ധൈര്യം വരുമോ? അപ്പോൾ എത്ര തകർന്നു പോയെന്ന് നോക്കിയേ. ഇട്ടുക്കടാ റജി പാസ്പോർട്ട് വിസ അടിക്കാവുന്നു. എത്ര അതപ്പതിച്ചു പോയി. നീ ഒരുത്തം പറഞ്ഞു കേട്ടില്ലേ, സീനിയർ പാസ്റ്റർമാരുടെ ഭാര്യമാർ വ്യഭിചരിക്കുന്നു, സഭ വലുതാകുന്നു. പുള്ളിക്ക് മനസ്സിലായത് മതത്തിലുണ്ടാകുന്നത് പോലെ ജനിച്ചു കൂടുന്നതാണ്. അപ്പം ജനിച്ചു കൂടാൻ വേണ്ടി വ്യഭിചരിക്കാൻ അനുവദിച്ചു കൊടുത്തപ്പോൾ സഭ വലുതായെന്നാണ് പുള്ളി പറഞ്ഞു വെച്ചെങ്കിൽ ആ ഫ്രണ്ടിലിരുന്ന് അതിന് കൈ അടിച്ചവളുമാർ ആരേലും ഒരെണ്ണം എഴുന്നേറ്റ് നിന്ന് 2 എണ്ണം പറഞ്ഞായിരുന്നേ അവൻ പിന്നെ ജീവിതത്തിൽ ഈ പ്രസംഗിക്കാൻ പോകുമായിരുന്നോ? അതിനും അവിടെ ഇരുന്ന് കൈ അടിച്ചു. കാരണം ഇരുന്ന് കേട്ടതുങ്ങളും ഇതിൻ്റെ ബാക്കിയാണ്. ഇരുന്ന് കേട്ടതുങ്ങളും ഇതിൻ്റെ ബാക്കിയായതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തത്. ഇല്ല, സപ്പോർട്ട് ചെയ്യുമോ? നമ്മുടെ കർത്താവിൻ്റെ സ്വരം, കർത്താവിൻ്റെ വചനം അതെടുത്തിട്ട് വളച്ചടിച്ചപ്പം എടുത്തിട്ട് അലക്കി വിടേണ്ടതല്ലേ? അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് നിങ്ങൾ? വെളിച്ചം ഉണ്ടാകട്ടെ എല്ലാത്തിനും. അധികാരം കൈമാറുന്നു, തിരിച്ചെടുക്കുന്നു, പാൻറ്റിനും ഷർട്ടിനും പോക്കറ്റ് കൂടുതൽ തയ്പ്പിച്ച് വെക്കുന്നു. എങ്ങോട്ടാണ് നോക്കുന്നത്? തള്ളിപ്പറഞ്ഞ മതം തിരികെ സ്വീകരിക്കുന്നു, കയ്യിൽ നിന്ന് പട്ടത്തം മേടിക്കുന്നു. ഇതൊക്കെ എന്നാ കാര്യമെന്ന് നമ്മൾ കൊറിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം കൊണ്ട് എടുത്ത് നോക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ. 2 കൊറിന്ത്യർ 11:14-15 സാത്താൻ തന്നെയും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം. ആകയാൽ എൻ്റെ വേലക്കാർ നീതിയുടെ വേഷം ധരിക്കുന്നതിലും ആശ്ചര്യപ്പെടാനില്ല. ആകയാൽ അവൻ്റെ വേലക്കാർ നീതിയുടെ വേഷം ധരിക്കുന്നതിലും ആശ്ചര്യപ്പെടാനില്ല. അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് തക്കതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സാത്താൻ തന്നെയും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം എന്ന് വേണ്ടി പറയുന്നു. ആകയാൽ അവൻ്റെ വേലക്കാർ നീതിയുടെ വേഷം ധരിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് പറഞ്ഞാൽ ഇവനല്ല അവൻ്റെ വേലക്കാരാണ്. ഇവൻ്റെ എല്ലാം മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഈസ്കരിയോത്തോ യൂദായാണ്. ഈസ്കരിയോത്തോ യൂദായായിട്ട് കള്ളത്തരവുമായിട്ട് ഇറങ്ങുന്നവന്മാരെ തിരിച്ചറിയാൻ പറ്റാതെ അവിടെ പോയിരുന്ന് ചാടിത്തുള്ളുന്നത് നിങ്ങളുടെ മക്കൾ പ്രവാസത്തിൽ പോകും. എഴുതി വെച്ചു. നിങ്ങൾ പറയും ഗൾഫിൽ പോയതാന്ന്, കാനഡയിൽ പോയതാന്ന്. അവിടെ ഇപ്പോൾ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? 90% പിള്ളേരും ഗോൾഡ് മൈനിങ്. അവിടുത്തെ പിള്ളേർ വിളിച്ച് പറഞ്ഞതാ, എന്നാടാ ജോലി അവിടെ? ഞങ്ങൾ ഗോൾഡ് മൈനിങ് ആണ് എന്ന് പറഞ്ഞാൽ എന്നാ? വയസ്സന്മാരുടെയും വയസ്സുകളുടെയും തീട്ടം വാരുന്ന പണിയാണ് ഗോൾഡ് മൈനിങ്. ബന്ദിക്കോസിൽ തീട്ടം എന്ന് വാക്ക് പറയാൻ പാടില്ല. മലം വാരുന്ന പണിയാണ് ഗോൾഡ് മൈനിങ്.
അതിനാണ് അവിടെ പിള്ളേർ ജോലി എടുക്കുന്നത്. മക്കൾ പ്രവാസത്തിൽ പോകുമെന്ന് ഹോശയ്യയുടെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞതാണ്. ഹോശയ്യ 4:6 പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞാൻ അവഗണിച്ചിരിക്കുന്നു. അതുങ്ങൾ അവിടെ പോയി സന്തോഷിക്കുമൊന്നുമല്ല. വീട്ടിൽ സ്വന്തമായിട്ട് തുണി അലക്കാത്ത മക്കൾ വെളിയിൽ പോയി വിദേശിയുടെ മലം വാരുന്ന അവസ്ഥയിലേക്ക് പിള്ളേർ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ കള്ളപ്രവാചകന്മാരെ ബലസാനും വളർത്താനും മാതാപിതാക്കൾ അതിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾക്ക് ഇനിയെങ്കിലും വെളിച്ചം വരുവാൻ ഞങ്ങളുടെ സഹോദരിമാരെയും സഹോദരന്മാരുടെയും കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാം യോഗ്യമായി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും നന്ദി പറയുന്നു. എല്ലാ മാനവും മഹത്വത്തേക്ക് അർപ്പിക്കുന്നു. കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധാത്മാവേ, മാനസാന്തരത്തിൻ്റെ അഭിഷേകം ഇറങ്ങണമേ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇടയാക്കി സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.